ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകേണ്ടത്. ആ വ്യതിയാനം ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അദ്ദേഹം ഒരു മെയ്ഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ്. അദ്ദേഹം സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെൻ്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഇപ്പോൾ നമ്മളത് പറഞ്ഞു, തീർന്നു, പ്രശ്നം തീർന്നു. പ്രവീണിനെ നമ്മൾ വോക്കൗട്ട് പ്രസംഗത്തിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങ് കഴിയുന്നത്ര ലിമിറ്റ് ചെയ്ത് സംസാരിച്ചാൽ ഉപകാരം. പുതിയൊരു മെമ്പർ എന്ന നിലയിൽ സാറുടെ ഉദാരമനസ്കത ഞങ്ങളോട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, തുടർച്ചയായി ഉണ്ടാവുന്ന ഇന്ധനവില വർധനവ് നമ്മുടെ നാടിൻ്റെ സമസ്ത മേഖലയിലും സാരമായി ബാധിക്കുകയാണ്. സാർ, അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ ഇന്ധനവില കൂടുന്നുവെന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ കൂടിയാണ് നാം സാക്ഷിയാവുന്നത്. ഇപ്പോൾ RJD നേതാവ് PK പ്രവീൺ സംസാരിക്കുകയാണ്. എന്തായാലും ഓരോ ഇടതുകക്ഷികളായി ഇത്തരത്തിൽ വാക്കൌട്ട് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.